1201 ആണ്ട് ഇടവമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. ഇടവക്കൂറിൽ ജനിച്ചവരുടേതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാതിഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഒക്കെ ലഭിക്കാം. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകാം. നേരത്തെ കുറച്ച് വഴക്ക് കാര്യങ്ങളുണ്ടായി, അതെല്ലാം മാറിക്കിട്ടി വളരെയധികം സന്തോഷിക്കുന്ന ഒരു മാസമാണിത്. അതുപോലെ കാർഷിക വിളകളുടെ സമൃദ്ധി ഉണ്ടാകും. കർഷകർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്നതാണ്. എല്ലാ തരത്തിലുള്ള കാർഷിക വിളകൾക്കും വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹം നടക്കാത്തവർക്ക് പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നിശ്ചയമോ വിവാഹമോ നടത്തുവാനും സാധിക്കും. ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. അതുപോലെ തടസ്സമില്ലാതെ പല കാര്യങ്ങളും നടക്കാൻ സാധിക്കും. ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള തടസ്സങ്ങൾ വരാം, അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും ധാരാളം ലാഭം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെയുള്ള ആ നിക്ഷേപങ്ങൾ, അതായത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നാലും അല്ലാതെ ആയിരുന്നാലും അവിടെ നിന്നെല്ലാം ധാരാളം ലാഭം കിട്ടാറുണ്ട്. അതുപോലെ ലീസിന് ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടും. അതുപോലെ ലീസിന് എടുത്തിട്ടാണ് എന്തെങ്കിലും വ്യാപാരം ഒക്കെ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും ലാഭം കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കരാർ ജോലികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടാം. അതുപോലെ ടോൾ പോലത്തെ ഉള്ള പിരിവുകൾ ബൂത്തുകളിൽ നിന്നുള്ളതാണെങ്കിൽ അതും നല്ല രീതിയിൽ ലാഭം കിട്ടാം. പല വിവാദങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. പല രീതിയിൽ ഉള്ള വിവാദങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള പല അപഖ്യാതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ കോഴ വാങ്ങിയ കേസുകളിൽ ഒക്കെ വിചാരണ നടക്കുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാം. അതുപോലെ സ്വജനപക്ഷപാതം, അഴിമതി കേസുകൾ, കരാർ ലംഘന കേസുകൾ എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഒരു മോശമായ ഒരു റെപ്യൂട്ടേഷൻ മാറി നിങ്ങൾക്കൊരു നല്ല റെപ്യൂട്ടേഷൻ വരുന്ന ഒരു സമയമാണിത്. ഈ ഇടവ കൂറുകാർക്ക് അലഞ്ഞു തിരിഞ്ഞ് വിഷമിക്കേണ്ട പല കാര്യങ്ങളും സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർത്ഥാടനങ്ങളിൽ പോകാൻ സാധിക്കും. തീർത്ഥാടനമായ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതിനും അവിടെ സ്നാനം ചെയ്യുന്നതിനും അവിടുത്തെ ദേവാലയങ്ങളിൽ പോകുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ഇത്തരക്കാർക്ക് നേർച്ച ഉണ്ടാകും, അവിടെ അതിനും അവർക്ക് സാധിക്കുന്നതാണ്. നേർച്ചകളൊക്കെ നിറവേറ്റാൻ സാധിക്കും. അതുപോലെ ഇടവമാസം 19-ാം തീയതി മുതൽ ഗുരുപാർച്ചയുടെ ഫലമായി ആഭിചാരക്രിയകൾ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അത് അങ്ങനെ ഒരു ഗുണവും കിട്ടുന്നു. അതുപോലെ സുഹൃതക്ഷയം ഉണ്ടായിരുന്നത്, കുടുംബത്തിൽ ഒരു ഉയർച്ച വരാത്തൊരു സ്ഥിതി എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നു. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. പല നഷ്ടങ്ങളും കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണം കിട്ടുന്നു. അതുപോലെ ആയുർഭേദി, എന്തിനും ഒരു ഭയം ഉണ്ടായിരുന്നത് എന്നൊക്കെ മാറിക്കിട്ടി ആ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ വൈധവ്യം വരാതിരുന്നതും മാറിക്കിട്ടുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു പങ്ക് കച്ചവടക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാം. നിങ്ങൾ ആ പങ്ക് കൂട്ടാളി നിങ്ങളെ ചതിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ BP, കൊളസ്ട്രോള്, പ്രമേഹം, തൈറോയിഡ്, പിത്തരസങ്ങളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ അസുഖമുള്ളവർ ഈ കാലഘട്ടം ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പൊക്കെ ചെയ്യുക. അതുപോലെ നേത്ര രോഗമുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കേസുകൾ വിജയിക്കുകയാണെങ്കിൽ, നിങ്ങൾ ബന്ധുക്കെതിരെ വസ്തുതർക്കത്തിനോ അല്ലാതെയുള്ള കേസ് ബന്ധുക്കൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ശത്രുതയിലേക്ക് വരുന്നതിനൊരു സാധ്യതയുണ്ട്. ആരോട് സംസാരിച്ചാലും നല്ല ശൈലിയിൽ സംസാരിക്കുക. ആർക്കും ദേഷ്യപ്പെടുന്നതോ മോശമായിട്ടുള്ള രീതിയിലൊരു സംഭാഷണ ശൈലി ഈ മാസത്തിൽ നല്ലതല്ല. അതുപോലെ തന്നെ കാലസർപ്പദോഷം എന്നും കാളസർപ്പദോഷം എന്നും പറയുന്ന ദോഷം ജാതകത്തിൽ ജനിച്ചപ്പോഴും ഉണ്ടെങ്കിൽ അവർ ഈ മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് സർപ്പപൂജയോ രാഹുകേതു പൂജയോ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് സ്വർണം, വെള്ളി അങ്ങനെയൊക്കെ ഉള്ളത് സമ്മാനമായി ഈ കൊച്ചിനെ കാണാൻ വരുമ്പോൾ ആൾക്കാർ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ വാങ്ങി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ആ കൊച്ചിന് സ്വർണം, വെള്ളിയൊക്കെ ധാരാളമായി ആഭരണങ്ങളായിട്ട് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശരീര സുഖവും ഒക്കെ ഉണ്ടാവാം ഈ കൊച്ചിന്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി ചിലപ്പം വേണ്ടി വന്നേക്കാം. ചില കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ
ദുർനടപടികളിൽ വേണ്ടി അവർക്ക് പല രീതിയിൽ കേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ചില ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഈ വ്യക്തിക്കായിരുന്നാലും ധനനാശം വരാം. ഉറ്റ ബന്ധുക്കൾ അവരെ ഏതിനും സഹായിച്ചിരുന്നതും അവരെ ഉപദേശിക്കുകയും എല്ലാം ചെയ്തിരുന്നതായിട്ടുള്ള ഒരു ആളുണ്ടാവും. ആ ഒരു ബന്ധു അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖമുണ്ടാക്കാം. അതുപോലെ തന്നെ ഒരുപക്ഷെ ചില കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം നടപടികൾക്കൊന്നും പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അവർക്ക് കുറച്ച് കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പല പ്രയാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തീർച്ചയായിട്ടും അവർക്ക് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതുകൊണ്ട് ആ സമയം, ഈ നല്ല സമയത്തെ ശരിക്കും നല്ല രീതിയിൽ വിനിയോഗിക്കുക. ധനം സമ്പാദിക്കുക, ധനം ധാരാളം കിട്ടും, സമ്പാദിക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റ് ഐശ്വര്യങ്ങൾ വീട്ടിലുണ്ടാവും, അതെല്ലാം നിലനിർത്താൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും ഐശ്വര്യം നിലനിൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ ആത്മീയതയിലേക്ക് കുറച്ചൊന്ന് മാറുന്നത് വളരെ നല്ലതായിരിക്കും. പൂജാകാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥനയും പൂജയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ മാറുന്നതും നല്ലതായിരിക്കും. അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇണയുടെ, അതായത് ഈ ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ വളരെ ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നേക്കുന്നതിനാൽ അതൊരു അകൽച്ചയാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേർപിരിയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായിട്ട് ആകാം, അതല്ലെങ്കിൽ പിണങ്ങി വേർപിരിയാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം ഇത് ചിലർക്ക് വാതരോഗങ്ങൾ, അതായത് കൈകാൽ വേദന, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മിക്കവാറും ഒരു തടസ്സങ്ങളില്ലാണ്ട് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഇവർക്ക് വയറിന് ചെറിയ ഒരു ദഹനക്രിയയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, എങ്കിലും അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാം. അതുപോലെ ധാന്യങ്ങൾക്കും അതുപോലെ തന്നെ സമ്പത്തിനൊന്നും ഒരു കുറവ് വരാതെ അവർക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്ക് ഈ കാലഘട്ടങ്ങൾ. അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാൻ ചിലർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ ഈ വീട്ടിലൊക്കെ, ഈ കുട്ടിയുടെ വീട്ടിലും കുട്ടിക്കൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒന്നീ പലതിലും രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തെ, അച്ഛന്മാരുടെ ജോലി സ്ഥലം ഇവിടെ ആയിരുന്നാൽ, അല്ലെങ്കിൽ തിരിച്ച് അച്ഛന്മാർക്ക് ജോലി സ്ഥലം വിദേശ നാട്ടിലായിരുന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നതിനൊക്കെ ഉള്ള കുറേ ഒരു യാത്രാ ദുരിതങ്ങളുണ്ടാകാനൊരു സാധ്യത ഈ സമയത്തേക്ക് കാണുന്നുണ്ട്. അതുപോലെ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് അവർ ഇത്രയും കാലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് സർജറി ഉണ്ടായിരുന്നു, ചിലർക്ക് ശ്വാസം മുട്ടൽ, ആസ്മ, അങ്ങനെയൊക്കെയുള്ള ശ്വാസകോശ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചിലർക്കാണെങ്കിൽ യാത്രാ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു സുന്ദരമായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവർക്ക് ഇത്രയും കാലം അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ നല്ല തൊഴിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു, സന്താനഭാഗ്യം ഉണ്ടാകുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ടും അവർക്ക് സാധിക്കുന്ന ഒരു നല്ലൊരു കാലഘട്ടമാണ് അവർക്ക്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ചില രോഹിണി നക്ഷത്രക്കാർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അത് കൂടുതലും വരുന്നത് പൊതുജന പ്രവർത്തകർക്കാണ്. അവർ ഏതെങ്കിലും രീതിയിൽ ഒരു കള്ള രീതിയിൽ ഒരു അഴിമതിയിൽ പെടാം. അതല്ലാന്നുണ്ടെങ്കിൽ അയൽവക്കങ്ങൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒക്കെ ഉള്ള വസ്തു സംബന്ധിച്ച്, വഴി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവാം. ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി കോടതി നടപടികളും എല്ലാം സിവിൽ കേസായിട്ടും ക്രിമിനൽ കേസായിട്ടൊക്കെ ഉണ്ടാകാനൊരു സാധ്യത ഈ 42 വയസ്സ് മുതൽ 61 ഇടയ്ക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
ആയതിനാൽ കഴിയുന്നതും അത്തരത്തിലുള്ള വഴി സംബന്ധമായ കേസുകൾ മധ്യസ്ഥത വഴി ഒത്തുതീർപ്പാക്കി അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു സമയമാണത്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് ഈ മുമ്പേ ഉള്ള കാലത്ത് അനുഭവിച്ച കുറച്ച് കേസുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, ബന്ധുക്കളായിട്ടുള്ള പിണക്കങ്ങൾ, വഴക്കുകൾ, ഇതെല്ലാം ഒരുവിധം മാറിക്കിട്ടി നല്ല ഒരു സമയമാണ് അവർക്ക് ഈ 61 മുതൽ 78 വയസ്സ് വരെയുള്ള കാലഘട്ടം. അവരുടെ കഷ്ടപ്പാടുകൾക്കും അധ്വാനങ്ങൾക്കും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധാരാളം ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് അവർക്ക്. കാരണം അവരുടെ വേണമെങ്കിൽ അവരുടെ ഒരു സുവർണകാലം എന്ന് പറയാം. ഈ 61 മുതൽ 78 വയസ്സ് വരെ ഉള്ള രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഒരു സുവർണ കാലഘട്ടമാണത്. അടുത്ത മകീരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും ചിലപ്പം മരണപ്പെടുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വയസ്സായ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് ചിലർക്കാണെങ്കിൽ അസുഖം വന്നിട്ട് ചില പ്രഷർ ഒക്കെ കൂടിയിട്ടോ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അന്യനാട്ടിലേക്ക് താമസം മാറാനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന, ചിലർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് നല്ല തൊഴിൽ ലഭ്യമാകാം. അവർക്ക് വിവാഹം അവർക്ക് നടക്കുന്നതിനുള്ള പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു ഇതിൽ ചില മകര നക്ഷത്രക്കാർക്ക് അവർ പറയാത്തതോ പ്രവർത്തിക്കാത്തതോ അവരൊക്കെ ഉള്ള, അതായത് മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് അവർ പഴി കേൾക്കേണ്ടത് ഒരു സാഹചര്യം അവർക്ക് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് വിഷമിക്കാണ്ടിരിക്കുക. അത് അങ്ങനെയാണ്, അത് നടക്കേണ്ട ചില സമയത്ത് അത് നടക്കും. അതുപോലെ ഇതിൽ ചിലർ സ്വന്തം ജനിച്ച നാട് വിട്ട് അന്യ ഭാഷാദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്കോ പോകാനും അവരവിടെ സ്ഥിരതാമസമാക്കാനൊരു സാധ്യതയും കൂടി ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മനസ്സമാധാനം അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടത് ശാശ്വതമായ ഒരു മനസ്സമാധാനം അവർക്ക് ലഭിക്കും. മനസ്സിൻ്റെ ടെൻഷനും ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. അതുപോലെ ബുദ്ധി നേർവഴിയിലാകും. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ശരീരങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തന്നെയും, ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ചികിത്സാ മൂലമൊക്കെ നിയന്ത്രിച്ച് പോകാവുന്നതേ ഉള്ളൂ. അതൊന്നും വേറെ ബാധിക്കുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ വൈദ്യപരിശോധനയും എല്ലാം അവർക്ക് ലഭ്യമാകേണ്ട ഒരു സമയമാണ് 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക്. ഇവിടെ പ്രവചിച്ചത് സാമാന്യമായ ഫലങ്ങൾ മാത്രമാണ്. അത് കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇടവ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.